കുറുവാ സംഘത്തിന്റെ ഭീതിയിൽ ജനങ്ങൾ ഭയാശങ്കയോടെ ഇരിക്കുമ്പോൾ തലയോലപ്പറമ്പ് 6-ാം വാർഡ് പൊതി പാമ്പുരുളും മലയിൽ കുന്നുംകാലായിൽ മനോജിന്റെ വീട്ടിലാണ് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ രാത്രി 11 മണിയോടെ മോഷണ ശ്രമം നടന്നത്. ഒരു 11 മണിയോട് കൂടി പുറകിൽ ചേട്ടൻ്റെ വർക്ക്ഷോപ്പാണ്. അപ്പോൾ വർക്ക്ഷോപ്പിൽ തടി ആദ്യം വീഴുന്ന ഒരു ശബ്ദമാണ് ഞങ്ങൾ കേട്ടത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അന്നേരം ഓർത്ത് വല്ല മറിഞ്ഞു വീണ അങ്ങനെ വല്ല ആയിരിക്കും എന്ന് ഓർത്താൽ. അത് കഴിഞ്ഞ് രണ്ടാമത് മോള് പറഞ്ഞ് ഇതേപോലെ ഭിത്തിക്കെട്ട് തട്ടുന്ന പോലെ ഒരു ഒച്ച കേട്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ പുറത്തെ ലൈറ്റൊക്കെ ഇട്ട് ഒന്ന് നോക്കി, ജനൽ വഴിയൊക്കെ നോക്കിയപ്പോഴത്തേക്കും ഒന്നും കാണാനൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ കയറി പിന്നെയും ലൈറ്റൊക്കെ കെടുത്തി കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്രണ്ട് ഡോറിനിട്ട് വന്ന് 2 പ്രാവശ്യം തട്ടി. 2 പ്രാവശ്യം തട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ ലൈറ്റൊന്നും ഇടാതെ പോലീസിനെ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സാറ് പറഞ്ഞത് പെട്ടെന്ന് നിങ്ങൾ അടുത്തുള്ളവരെയൊക്കെ വിവരം അറിയിക്കാൻ പറഞ്ഞ് ഞങ്ങൾ അടുത്ത് 2 പേരെ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവരോട് പറഞ്ഞ് ഇന്നപോലെ ബാക്കിയുള്ളവരോടും കൂടി ഒന്ന് പറയാൻ പറഞ്ഞ് രണ്ടാമത്തെ ആളെ വിളിച്ചുകൊണ്ടിരുന്നപ്പം തന്നെ സാറ് ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ച് ഏത് ഭാഗമാണ് വഴി കറക്റ്റായിട്ട് അറിയാനാന്ന് പറഞ്ഞു. ഞങ്ങൾ ചേട്ടൻ വഴിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പിള്ളേർ 2 പേരും കൂടെ പറഞ്ഞു ഇതന്നെ പട്ടിയൊന്നും അനങ്ങാത്തത്, ഈ ബഹളമൊന്നും വെച്ചിട്ട് പട്ടികൾ അനങ്ങാതെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അടുക്കള ജനലിൽ കൂടെ പട്ടിക്കൂട്ടിലേക്ക് നോക്കിയപ്പോഴത്തേക്കും പെട്ടെന്ന് അടുക്കള വാതിലിനിട്ട് കൊട്ടിയപ്പോഴേ പെട്ടെന്ന് ഞങ്ങൾ അന്നേരം ചേട്ടൻ ഫോൺ വിളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പറഞ്ഞ് സാറേ പെട്ടെന്ന് ഇത് പിന്നെയും കൊട്ടുവാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് കരോട്ടുള്ള ചേട്ടൻ ഓടി വന്ന്, അത് കഴിഞ്ഞ് 3 പേര് കരോട്ടൊന്ന് ഓടി വന്ന് ആ പുറകെ പോലീസും വന്ന് ഞങ്ങൾ ഇവിടെ പുറകിലെല്ലാം നോക്കിയിട്ടൊന്നും കാണാനില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വേറെ അനക്കങ്ങളൊന്നും കേട്ടൊന്നുമില്ല. അന്ന് പ്രശ്നമൊന്നുമില്ലായിരുന്നു. പിറ്റേ ദിവസം ചൊവ്വാഴ്ച ആയപ്പോഴത്തേക്കും ഇതുപോലെ തന്നെ 10:30 ആയപ്പോഴത്തേക്കും ഇവിടെ അടുത്ത് വിജയകുമാർ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ അടുത്ത് ഇന്നപോലെ ഈ സംഭവം ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. അവർ പെട്ടെന്ന് ചേട്ടനെ വിളിച്ച് പോലീസിൻ്റെ നമ്പർ ചോദിച്ച് ചേട്ടൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ഉറങ്ങാതിരുന്ന് ഒരു അരമണിക്കൂറായിട്ടില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ പെട്ടെന്ന് ഞങ്ങളുടെ ഫ്രണ്ട് ഡോറിനിട്ട് അത് ചവിട്ടുന്ന പോലെയായി ശരിക്കും പറഞ്ഞാൽ തോന്നിയത്. പെട്ടെന്ന് ചവിട്ടുമായിരുന്നു ഡോറിനിട്ട്, ഭയങ്കര ശബ്ദമായിരുന്നു. അന്നേരത്തേക്ക് ഉടനെ തന്നെ ഞങ്ങൾ അവരെ വിളിച്ച് അവർ ഒരു സംഘം ഒരു 10-25 പേരോളം ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ അടുത്തുള്ളവരും എല്ലാവരും കൂടെ ഓടി വന്ന് 5 മിനിറ്റിനുള്ളിൽ എല്ലാവരും വന്ന് ഈ പരിസരം മുഴുവൻ നോക്കിയിട്ടും ആളെ ഒന്നും കിട്ടിയിട്ടില്ല. പാമ്പുരുളിയിൽ വിജയ്കുമാർ, ബിജുകുമാർ എന്നിവരുടെ വീടുകളിലും മോഷണ ശ്രമം നടന്നു. മനോജിന്റെ വീട്ടിൽ പുറകുവാതിൽ കുത്തിപ്പൊളിക്കുന്ന ഒച്ച കേട്ട് മനോജ് നാട്ടുകാരെയും പോലീസിനെയും വിളിച്ചറിയിക്കുകയായിരുന്നു. ഈ സമയം മനോജിന്റെ ഫ്രണ്ട് ഡോറും തകർക്കാൻ ശ്രമം നടന്നു. 3 പേരോളം ഉണ്ടായിരുന്നതായി സംശയിക്കുന്നു. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഈ പ്രദേശത്ത് സമാന രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിൽ രാത്രികാലങ്ങളിൽ ശക്തമായിട്ടുള്ള പെട്രോളിംഗ് പോലീസിന്റെയും എക്സൈസിന്റെയും ഭാഗത്തുനിന്നുണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇന്ന് വെളുപ്പിനുണ്ടായ സംഭവത്തിൽ നാട്ടുകാർ സംഘടിച്ചുവെങ്കിലും കള്ളനെ പിടിക്കാൻ കഴിഞ്ഞില്ല. ഈ പ്രദേശങ്ങളിൽ റോഡിന് ഇരുവശവുമുള്ള കാടുപിടിച്ചു കിടക്കുന്ന പ്രദേശങ്ങളും സാമൂഹ്യ വിരുദ്ധരുടെ താവളമായിട്ടുള്ള കാടുപിടിച്ച പറമ്പുകളും വെട്ടിവൃത്തിയാക്കാൻ തലയോലപ്പറമ്പ് പഞ്ചായത്ത് ശ്രദ്ധിക്കണമെന്നും ജനങ്ങളുടെ ഭീതി മാറ്റുന്നതിനും പോലീസും പഞ്ചായത്തും അധികൃതരും തയ്യാറാകണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമര പരിപാടികൾ ആരംഭിക്കുമെന്നും നാട്ടുകാർ ഔട്ട്ലൈൻ കേരളയോട് പറഞ്ഞു. ഞങ്ങൾക്കിപ്പോൾ ഇനി പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതൊരു ഉൾപ്രദേശം. ഇപ്പോൾ ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കുറവുണ്ട്. പിന്നെ നിർബന്ധമായും ഇവിടെ ഈ 1 മണി 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഈ വാഹനങ്ങൾ ഇങ്ങനെ ബൈക്കും അതുപോലെ തന്നെ ഓട്ടോറിക്ഷയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പോലീസിൻ്റെ നൈറ്റ് പെട്രോളിംഗ് ഉണ്ടാകണം. അത് അത്യാവശ്യമാണ്. കാരണം പല കാര്യങ്ങൾക്ക് അത് ഉപകാരപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇനി ഒരു അല്പം ആശ്വാസം കിട്ടണമെങ്കിൽ ഈ നൈറ്റ് പെട്രോളിംഗ് പോലീസ് നിർബന്ധമായി ഉണ്ടാകണം. അതുപോലെ തന്നെ സ്വൈര ജീവിതം എന്ന് പറഞ്ഞാൽ മനുഷ്യന് കിടന്നുറങ്ങാൻ പാടില്ല, പേടിച്ച് ഭയപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കുറുവാ സംഘത്തിൻ്റെ ഈ കാലയളവ് കൂടിയാണ്. അപ്പോൾ കുറുവാ സംഘമാണോ അതോ അവരുടെ മറവിൽ നടക്കുന്നതാണോ അതൊന്നും നമുക്കറിയാൻ പാടില്ല. അതിനെ അന്വേഷിക്കണമെങ്കിൽ നൈറ്റ് പെട്രോളിങ്ങും പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു വാങ്ങണം. അത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ സ്വൈര്യമായിട്ട് കിടന്നുറങ്ങാൻ പറ്റത്തുള്ളൂ. ആ അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. 2 വീട്ടിൽ ഇപ്പം അടുത്ത വീട്ടിൽ ഇന്നലെ തന്നെ ചൊവ്വാഴ്ച തന്നെ
വേറൊരു വീട്ടിലൂടെ കയറിയായിരുന്നു. അവിടെ ഇതുപോലെയൊക്കെ തന്നെയാണ്. അവിടെയും ഇത് ഈ ഓടി ഒരു വണ്ടി എത്താനോ ആളുകൾ എത്താനോ ഒക്കെ വലിയ പാടുള്ള സ്ഥലം അതൊക്കെ. അതെ, അവിടെ ആ പ്രദേശത്ത് അതുപോലെ തന്നെയല്ല, അവിടെ ഒരു പിന്നെ തങ്കച്ചൻ എന്ന് പറഞ്ഞ ഒരാളിൻ്റെ കുറച്ച് സ്ഥലം കിടപ്പുണ്ട്. പിന്നെ ഒരു ശാന്ത എന്ന് പറയുന്നൊരു അവളുടെ സ്ഥലം കിടപ്പുണ്ട്. അതിൻ്റെ അകത്ത് മുഴുവൻ ഈ കാട് പിടിച്ചിങ്ങനെ കിടക്കും. ആ കാടിനകത്ത് ഇല്ലാത്ത മദ്യക്കുപ്പികളും അതുപോലെ തന്നെ ഈ സാമൂഹിക ദ്രോഹ നടപടി എല്ലാം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് പിന്നെ അത് പോലീസിന് കാര്യം ഞങ്ങളിപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇന്ന് പോലീസിൻ്റെ അടുത്ത് പോയി നെറ്റ് പെട്രോളിങ്ങിനുള്ള പരാതി കൊടുത്തിട്ടുണ്ട്. നെറ്റ് പെട്രോളിങ് ആവശ്യപ്പെട്ടുള്ള പരാതി കൊടുത്തിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ എല്ലാം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പം അത് തന്നെ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നാട്ടുകാരെ ശ്രദ്ധിക്കണം. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ആവശ്യമായ സഹകരണം ഉണ്ടാകണം. അപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു രാത്രി ഒരു പിന്നെ 2-3 പ്രാവശ്യമെങ്കിലും നെറ്റ് പെട്രോളിങ് ആവശ്യമാണ്. അത് ഉണ്ടെങ്കിൽ കുറച്ച് ആശ്വാസം കിട്ടും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.